ഹലോ, നമസ്കാരം. ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ തിരിമറി കേസിന്റെ വിധിയും വെനസ്വേലയിലെ അമേരിക്കൻ അധിനിവേശവുമാണ് ഇന്നത്തെ വാർത്താദിനത്തിൽ നിറഞ്ഞു നിന്നത്. അക്കാര്യങ്ങളും അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങളുമായി പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നവർ എപ്പോഴും ഓർക്കണം, ജനം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പ്രിയ പ്രേക്ഷകർക്ക് പൊതുജനം കഴുതയല്ല സാറിലേക്ക് വീണ്ടും സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ഇന്നത്തെ വാർത്താദിനത്തിലെ സുപ്രധാന വാർത്തയായിരുന്നു മുൻ മന്ത്രിയും തിരുവനന്തപുരം സെൻട്രലിൽ നിന്നുള്ള നിയമസഭാംഗവുമായ ആന്റണി രാജുവിനെ തൊണ്ടി മുതൽ തിരിമറി കേസിൽ നേരത്തെ 1990 അന്ന് ഈ അടിവസ്ത്രമായിരുന്നു നിർണായകമായ തെളിവ്. അത് ഓസ്ട്രേലിയക്കാരൻ മയക്കുമരുന്നുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലാകുന്നു. അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് ഈ 2 പാക്കറ്റ് ഹാഷിഷ് ഇയാൾ കൊണ്ടുവന്നത്. ഇതേ തുടർന്നാണ് ആൻഡ്രൂസ് സാൽവദോർ എന്ന ഓസ്ട്രേലിയക്കാരൻ പിടിയിലാകുന്നത്. പക്ഷേ പിടിയിലായ ആൻഡ്രൂസ് സാൽവദോർ പിന്നീട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. നേരത്തെ വിചാരണ കോടതി 10 വർഷത്തേക്ക് ഇയാളെ ശിക്ഷിച്ചിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഈ കേസിന് ആധാരമായ ആന്റണി രാജു അഭിഭാഷകനായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് സീനിയർ അഭിഭാഷക സെലിൻ വിൽഫ്രഡ് ആയിരുന്നു. ജൂനിയറായി ആന്റണി രാജു എന്നുണ്ടായിരുന്നു. ആന്റണി രാജുവും കോടതിയിലെ ബെഞ്ച് ക്ലാർക്കായ ജോസും ചേർന്ന് ഈ അടിവസ്ത്രം, തൊണ്ടി മുതലായ അടിവസ്ത്രം അവിടെ നിന്ന് കോടതിയുടെ ലോക്കറിൽ നിന്ന് പുറത്തേക്ക് കടത്തി അത് വെട്ടി ചെറുതാക്കി എന്നതായിരുന്നു ഇതിൽ കേസിന് ആധാരമായ സംഭവം. പിന്നീട് ഹൈക്കോടതിയിൽ പ്രതിഭാഗം വാദിച്ചത് ഇത് പാകമല്ല, ഓസ്ട്രേലിയക്കാരന് ആ അടിവസ്ത്രം പാകമല്ല, പിന്നെങ്ങനെയാണ് അതിൽ ഒളിപ്പിച്ച് ഈ ഹാഷിഷ് കൊണ്ടുവരിക എന്നതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഈ ഓസ്ട്രേലിയക്കാരനെ കുറ്റവിമുക്തനാക്കി. ഓസ്ട്രേലിയക്കാരൻ തിരികെ ഓസ്ട്രേലിയയിലേക്ക് പോയി. പക്ഷേ അവിടെയും സമാനമായ കേസിൽ ഇയാൾ പെട്ടു. അവിടെ ജയിലിലുണ്ടായിരുന്ന ആളോട്, സഹതടവുകാരനോട് ഇയാൾ ഇങ്ങനെ കേരളത്തിലെത്തി ഈ വിധത്തിൽ രക്ഷപ്പെട്ടു, തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ച് രക്ഷപ്പെട്ടു എന്ന കാര്യം പറഞ്ഞു. ഇത് ജയിലധികൃതരുടെ ചെവിയിലെത്തി. ജയിലധികൃതർ ഇക്കാര്യം ഇന്റർപോളിനെ അറിയിക്കുന്നു. ഇന്ത്യയിലെ ഇന്റർപോളിൻ്റെ അന്വേഷണ ഏജൻസി CBI ആണ്. CBIക്ക് ഈ വിവരം കൈമാറുന്നു. തുടർന്ന് CBI കേരള പോലീസിനെ ഈ വിവരം ധരിപ്പിക്കുകയും കേരള പോലീസ് അന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KK ജയമോഹൻ കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഈ സംഭവത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെടുകയും പുനരന്വേഷണത്തിനുള്ള ഉത്തരവ് സമ്പാദിക്കുകയുമായിരുന്നു. തുടർന്നാണ് ഇത്രയും എത്തിച്ചേർന്ന ആന്റണി രാജുവിൻ്റെ നിയമസഭാംഗത്വം റദ്ദാകുകയും ഇപ്പോൾ അദ്ദേഹത്തിന് തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്ത ആ സംഭവങ്ങളുടെ തുടക്കം. എന്താണ് ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ കേസ്? 32 വർഷം മുമ്പാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. 2006 കുറ്റപത്രം സമർപ്പിച്ച കേസിന്റെ നടപടികൾ 19 വർഷത്തോളം നീണ്ടു. കേസിന്റെ നാൾവഴികൾ കാണാം. 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ആൻഡ്രൂസ് സാൽവദോർ എന്ന ഓസ്ട്രേലിയൻ പൗരനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ്. അടിവസ്ത്രം വിദേശിക്ക് പാകമല്ലെന്നും ഇത് വ്യാജ തൊണ്ടിയാണെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം കണക്കിലെടുത്ത് കോടതി ആൻഡ്രൂസ് സാൽവദോറിനെ വെറുതെ വിട്ടു. തുടർന്ന് 1994 തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചുവെന്ന പരാതിയിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. 2006 തിരുവനന്തപുരം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ ആന്റണി രാജു, കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലർക്ക് KS ജോസ് എന്നിവരായിരുന്നു 1ഉം 2ഉം പ്രതികൾ. കോടതിയിൽ സൂക്ഷിച്ചിരുന്ന വിദേശിയുടെ അടിവസ്ത്രം ക്ലർക്കിന്റെ സഹായത്തോടെ വാങ്ങിയ ആന്റണി രാജു അത് വെട്ടിച്ചെറുതാക്കിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായെന്ന് കുറ്റപത്രത്തിലുണ്ടായിരുന്നു. ഗൂഢാലോചന, രേഖകളിൽ കൃത്രിമം, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് കുറ്റങ്ങൾ. 2014 നെടുമങ്ങാട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കേസ് മാറ്റി. അന്നു മുതൽ 22 തവണ കേസ് പരിഗണിച്ചെങ്കിലും പ്രതികൾ ഹാജരാവുകയോ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയോ ചെയ്തില്ല. തുടർന്ന് ഹൈക്കോടതി രജിസ്ട്രാർ ഇടപെട്ടു. കേസ് പുനരന്വേഷിക്കാൻ 2023 ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെതിരെ ആന്റണി രാജു സുപ്രീം കോടതിയിൽ ഹർജി നൽകി. 2024 നവംബറിൽ തൊണ്ടി മുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 1 വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണം. 2025 ഒക്ടോബർ 24 തൊണ്ടി മുതൽ തിരിമറി കേസിൽ വിചാരണ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു.
കോടതി ജീവനക്കാരനായ ഒന്നാം പ്രതി ജോസ് സർക്കാർ സർവീസിലുള്ളതിനാൽ വഞ്ചനാ കുറ്റമടക്കം പ്രതികൾക്കെതിരെ ചുമത്തണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകൻ അനിൽ ഇമ്മാനുവലിന്റെ ഹർജിയിലാണ് ഉത്തരവുണ്ടായത്. തുടർന്ന് വഞ്ചനാ കുറ്റവും ചേർത്താണ് വിചാരണ നടന്നത്. വീണ്ടും 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ചില വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർത്തു. ഈ വകുപ്പുകളിലും വാദം കേട്ടിരുന്നു. ഡിസംബർ 16 വാദം പൂർത്തിയായി. 29 സാക്ഷികളിൽ 19 പേരെ വിസ്തരിച്ചു. മരണം, രോഗം എന്നിവ മൂലം 8 പേരെ ഒഴിവാക്കി. മറ്റു 2 പേരെ പ്രോസിക്യൂഷനും ഒഴിവാക്കിയിരുന്നു. റിസർച്ച് ഡെസ്ക് 24. മോഹനൻ പിലാത്തറ പറയുന്നു, ഒളിവിലുള്ള ജനപ്രതിനിധികളും ജയിലിൽ പോകുന്ന ജനപ്രതിനിധികളും നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഇവർ തന്നെ പ്രതികളാകുന്നു എന്ന കാര്യം, ജനപ്രതിനിധികൾ പ്രതികളാകുന്നു എന്ന കാര്യമാണ് മോഹനൻ പിലാത്തറ പറഞ്ഞത്. ഏതായാലും തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തിയതിന് 3 വർഷം തടവ് ശിക്ഷ ലഭിച്ചതോടെ MLA അല്ലാതായി മാറിയിരിക്കുകയാണ് ആന്റണി രാജു. ക്രിമിനൽ കേസിൽ 2 വർഷത്തിനുമേൽ തടവ് ശിക്ഷ ലഭിക്കുന്നവർ നിയമനിർമ്മാണത്തിൽ പങ്കാളിയാകരുതെന്ന 2013 സുപ്രീം കോടതി വിധിയാണ് തിരുവനന്തപുരം സെൻട്രലിലെ MLA ആയ ആന്റണി രാജുവിൻ്റെ MLA സ്ഥാനം നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. ശിക്ഷിക്കപ്പെടുന്ന ജനപ്രതിനിധികളെ അയോഗ്യരാക്കാനുള്ള കേസ് ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന തലക്കെട്ടിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചതാണ്. ഈ വിധിക്കായി സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയത് മലയാളിയായ അന്തരിച്ച പ്രമുഖ അഭിഭാഷക ലില്ലി തോമസ് ആണെന്ന് പ്രേക്ഷകർ അറിയണം. ചങ്ങനാശ്ശേരി കുത്തുകല്ലുങ്കൽ പരേതരായ അഡ്വക്കേറ്റ് KT തോമസിൻ്റെയും അന്നമ്മയുടെയും മകളായ ലില്ലി 60 വർഷത്തോളം സുപ്രീം കോടതിയിൽ അഭിഭാഷകയായിരുന്നു. നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന ഖ്യാതിയും ലില്ലി തോമസിനുണ്ട്. 2013 ജൂലൈ 10 സുപ്രീം കോടതി വിധി പുറത്തു വന്നതിനു പിന്നാലെ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി MP സ്ഥാനം നഷ്ടപ്പെടുന്നത് അന്നത്തെ കോൺഗ്രസ് രാജ്യസഭാംഗമായിരുന്ന റഷീദ് മസൂദിനാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള റഷീദ് മസൂദ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായിരുന്നു. 1990കളിൽ VP സിംഗ് മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരിക്കെ യോഗ്യതയില്ലാത്ത ചിലർക്ക് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് തരപ്പെടുത്താൻ ഇടപെട്ടെന്നായിരുന്നു റഷീദിനെതിരായ കേസ്. കോടതി വിധിക്കെതിരെ ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നെങ്കിലും ഡൽഹി പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനം വിളിച്ച് രാഹുൽ ഗാന്ധി ഈ ഓർഡിനൻസ് കീറിയെറിഞ്ഞതും ചരിത്രം. ഇതേ രാഹുൽ ഗാന്ധിയെ പിന്നീട് സൂറത്ത് കോടതി അപകീർത്തി കേസിൽ 2 വർഷം തടവ് ശിക്ഷ വിധിച്ചപ്പോൾ അയോഗ്യനാക്കിയത് പിൽക്കാല ചരിത്രം. അയോഗ്യത കാരണം ആദ്യമായി മത്സരിക്കാൻ കഴിയാത്ത തരത്തിൽ വിധി വിനയായത് പക്ഷേ RJD നേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമൊക്കെയായിരുന്ന ലാലു പ്രസാദ് യാദവിനാണ്. ബീഹാറിൽ നിന്നും ലോക്സഭാംഗമായിരിക്കെയാണ് ലാലു കാലിത്തീറ്റ കുംഭകോണ കേസിൽ ശിക്ഷിക്കപ്പെടുന്നത്. തുടർന്ന് അദ്ദേഹം MP സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കപ്പെടുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു. 2014 അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ 4 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ച മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്കും ഈ കോടതി വിധി തലവിധിയായി മാറി. വിധിയെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായ ജയലളിത ജയിൽവാസവും അനുഭവിച്ചിരുന്നു. പിന്നീട് 2015 മെയ് മാസത്തിൽ കർണാടക ഹൈക്കോടതി കുറ്റവിമുക്തയാക്കിയതിനെ തുടർന്ന് ജയലളിത വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയതും ചരിത്രം. സമാജ്വാദി പാർട്ടി നേതാവായിരുന്ന അസം ഖാൻ, ലക്ഷദ്വീപിലെ NCP MP ആയിരുന്ന PP മുഹമ്മദ് ഫൈസൽ, ഹരിയാനയിലെ കോൺഗ്രസ് MLA പ്രകാശ് ചൗധരി, ഉന്നാവ് പീഡനക്കേസിൽ കുറ്റക്കാരനെന്ന് കോടതി വിധിച്ച UPയിലെ BJP നേതാവ് കുൽദീപ് സിംഗ് സെൻഗർ, ബീഹാറിലെ RJD MLA അനന്ത് സിംഗ്, ബീഹാറിലെ RJD MLA ആയ അനിൽകുമാർ സായ്നി, മുസാഫർ നഗർ കലാപക്കേസിൽ പ്രതിയായ ഉത്തർപ്രദേശിലെ BJP MLA വിക്രം സിംഗ് സാഗ്നി എന്നിവരെല്ലാം 2013 ലില്ലി തോമസ് കേസിന്റെ പശ്ചാത്തലത്തിൽ അയോഗ്യത ലഭിച്ചവരാണ്. ഇപ്പോൾ ആന്റണി രാജു അയോഗ്യനാകുമ്പോഴും ഓർമ്മിക്കാം ആ മലയാളിയെ, പ്രമുഖ അഭിഭാഷകയായിരുന്ന ലില്ലി തോമസിനെ. ഇനി ഇന്നത്തെ വാർത്താദിനത്തിലെ മറ്റൊരു വിശേഷത്തിലേക്കാണ്. അമേരിക്ക ഒരിക്കൽ കൂടി ലോക പോലീസ് ചമഞ്ഞ് ലാത്തിയെടുത്തിരിക്കുകയാണ്. ഇക്കുറി അധിനിവേശം അയൽപ്പക്കത്തുള്ള വെനിസ്വേലയിലാണ്. നിക്കോളാസ് മഡുറോയ്ക്ക് കീഴിൽ വെനിസ്വേല മാഫിയ സ്റ്റേറ്റ് ആയെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം. അമേരിക്കയിലേക്ക് കുടിയേറ്റക്കാരെ തള്ളിവിടുന്നു, ലഹരി ഒഴുക്കുന്നു എന്നൊക്കെ കുറച്ചു നാളുകളായി ട്രംപ് പറയുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയിലാണ് ഇന്നത്തെ അധിനിവേശം. യഥാർത്ഥത്തിൽ അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്താണ്?
ലോകത്ത് ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള രാജ്യമാണ് വെനസ്വേല. എണ്ണ കയറ്റുമതിയിലൂടെ വൻ പണം വെനസ്വേലയിലേക്ക് ഒഴുകിയ ഒരു കാലമുണ്ടായിരുന്നു. 1999 ശേഷമുള്ള യൂഗോ ഷാവേസിന്റെ ഭരണകാലം. ഷാവേസ് അധികാരത്തിലെത്തുമ്പോൾ വെനസ്വേലയുടെ സാമ്പത്തിക സ്ഥിതി ഒട്ടും ആശാവഹമായിരുന്നില്ല. എന്നാൽ എണ്ണവില പെട്ടെന്നുയരാൻ തുടങ്ങുകയും കാലക്രമത്തിൽ $100 വരെ ആവുകയും ചെയ്തു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഒട്ടേറെ പരിപാടികൾ നടപ്പാക്കാൻ ഈ എണ്ണപ്പണം ഷാവേസ് ഉപയോഗിച്ചു. ഭക്ഷണവും മരുന്നും അവശ്യ സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങൾ സന്തുഷ്ടരായി. രാജ്യം വളർച്ചയുടെ പാതയിൽ കുതിച്ചു. പിന്നീട് 3 തവണ ജനങ്ങൾ ഷാവേസിനെ തന്നെ നയിക്കാൻ തിരഞ്ഞെടുത്തു. സ്വാഭാവികമായും അമേരിക്കയുടെ കണ്ണുകൾ എക്കാലവും വെനസ്വേലയുടെ എണ്ണപ്പാടങ്ങൾക്കുമേലുണ്ടായിരുന്നു. എന്നാൽ ഷാവേസിന്റെ ജനപ്രീതി ആ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നീക്കത്തിന് അമേരിക്കയെ അനുവദിച്ചിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുമായുള്ള ഷാവേസിന്റെ ചങ്ങാത്തവും അമേരിക്കയ്ക്ക് തലവേദനയുണ്ടാക്കി. US ഉപരോധം മൂലം വീർപ്പുമുട്ടിയിരുന്ന ക്യൂബയ്ക്കുൾപ്പെടെ വെനസ്വേലയുടെ എണ്ണപ്പണം ലഭിച്ചിരുന്നു. 2013 ഷാവേസ് മരിച്ചതോടെ നിക്കോളാസ് മഡൂറോ പ്രസിഡന്റായി. ഷാവേസിന്റെ വിദേശകാര്യമന്ത്രിയായിരുന്നു മഡൂറോ. ബസ് ഡ്രൈവറും തൊഴിലാളി യൂണിയൻ നേതാവുമായിരുന്ന മഡൂറോ അധികാരത്തിലെത്തിയപ്പോൾ ഷാവേസിന്റെ തുടർച്ചയാണ് ജനം പ്രതീക്ഷിച്ചത്. പക്ഷേ ഷാവേസിന്റെ ജനപ്രീതിയുടെ 7 അയലത്തെത്താൻ മഡൂറോയ്ക്ക് കഴിഞ്ഞില്ല. രാജ്യാന്തര വിപണിയിൽ എണ്ണവില ഇടിയുകയും വെനസ്വേല വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്തപ്പോൾ അതിനെ നേരിടുന്നതിൽ മഡൂറോ പരാജയപ്പെട്ടു. മഡൂറോ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചെന്ന ആരോപണങ്ങൾ ശക്തമാണ്. നേതൃത്വത്തിന്റെ അഴിമതിയും ക്രിമിനൽ ബന്ധങ്ങളും ഭരണകൂടത്തിന് ചീത്തപ്പേരുണ്ടാക്കി. ഇതായിരുന്നു അമേരിക്ക കാത്തിരുന്ന സമയം. മഡൂറോ വിരുദ്ധതയിൽ ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രീയ നിക്ഷേപം നടത്തി. സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നമുക്കിനി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുണയുണ്ടെന്നാണ് നൊബേൽ പുരസ്കാര നേട്ടത്തിനു പിന്നാലെ വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീനോ മച്ചാഡോ പ്രതികരിച്ചത്. ഇതിനു പിന്നാലെ മഡൂറോ ഭരണകൂടത്തിനെതിരെ ട്രംപ് നിലപാട് കടുപ്പിക്കുന്നതാണ് ലോകം കണ്ടത്. ലഹരിക്കടത്ത് ആരോപിച്ച് വെനസ്വേലയുടെ കപ്പലുകൾ US ആക്രമിച്ചു. എണ്ണക്കപ്പലുകൾ പിടിച്ചെടുത്തു. കരീബിയൻ കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു. മഡൂറോയുടെ ഭരണത്തിൽ വെനസ്വേല മാഫിയ രാജ്യമായെന്ന് ട്രംപ് ആരോപിച്ചു. അട്ടിമറി ഉറപ്പായ മഡൂറോ അമേരിക്കയ്ക്ക് ആവോളം എണ്ണ വാഗ്ദാനം ചെയ്ത് സമവായത്തിന് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വീണ്ടും ലോക പോലീസ് ചമഞ്ഞ് വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്ക ബന്ദികളാക്കിയിരിക്കുകയാണ്. സമാധാന നൊബേലിന് അർഹനെന്ന് ആവർത്തിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ലാറ്റിൻ അമേരിക്കയെ മുൾമുനയിൽ ആക്കി. ഇറാൻ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ നിലപാട് തുടർചലനങ്ങളിൽ നിർണായകമാകും. അമേരിക്കൻ ഇടപെടലിനെ തുടർന്ന് അരാജകമായ നിരവധി രാജ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. 2ാം ലോകയുദ്ധത്തിന് ശേഷം 36 രാജ്യങ്ങളിൽ ഭരണകൂട അട്ടിമറി, 85-ലേറെ തെരഞ്ഞെടുപ്പുകളിൽ അനധികൃത ഇടപെടൽ, 50ഓളം വിദേശ നേതാക്കൾക്കുമേൽ വധശ്രമം, 30ഓളം രാജ്യങ്ങളിൽ ബോംബാക്രമണം, 2 കോടി ജനങ്ങളുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം. ഇങ്ങനെ പോകുന്നു അമേരിക്കയ്ക്കെതിരായ ആരോപണങ്ങൾ. അന്താരാഷ്ട്ര മര്യാദകളുടെ നഗ്നമായ ലംഘനങ്ങളെ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള ഇടപെടലെന്നാണ് അമേരിക്ക പലപ്പോഴും സ്വയം വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ എണ്ണപ്പാടങ്ങളില്ലാത്ത രാജ്യങ്ങളിലെ സ്വേച്ഛാധിപരെ ആരാണ് പുറത്താക്കുക? ഇന്റർനാഷണൽ ഡെസ്ക് 24. ആന്റണി രാജുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് 24ന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ യൂട്യൂബ് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നത്. ABCD 66669 പറയുന്നു, ആ ഓസ്ട്രേലിയക്കാരൻ ഇപ്പോൾ അവിടെ ഇരുന്ന് ചിരിച്ച് മരിക്കുന്നുണ്ട് എന്ന കാര്യം. ഓസ്ട്രേലിയക്കാരൻ ഓസ്ട്രേലിയയിലും പോയി, ആന്റണി രാജു ജയിലിലുമായി എന്ന് പറയുന്നുണ്ട്. മറ്റ് നിരവധി പ്രതികരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. മകളുടെ ദുരൂഹമരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങേണ്ട ഗതികേടിൽ ആലപ്പുഴയിലെ അന്ധരായ ദമ്പതികൾ. മകൾ രേഷ്മ രാജിനെ കഴിഞ്ഞ ഒക്ടോബറിൽ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണം കൊലപാതകമാണെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ട് 100 ദിവസം പിന്നിട്ടു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ജയരാജിന് 20% മാത്രമാണ് കാഴ്ച. ഭാര്യ ഷീലയ്ക്ക് 6ാം ക്ലാസ്സിൽ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. സ്വന്തം മകളുടെ മുഖം പോലും കണ്ടിട്ടില്ല. ഇല്ല, മുഖറിയില്ല. സന്തോഷത്തോടെയാണ് രേഷ്മയെ ആലപ്പുഴ സ്വദേശി ഡിബിന് കൈപിടിച്ചു കൊടുത്തത്. ബന്ധം പിന്നീട് വഷളായി. ഭർതൃവീട്ടിൽ നേരിടേണ്ടി വന്ന ദുരവസ്ഥകൾ കുറച്ചൊക്കെ മകൾ പറഞ്ഞിട്ടുണ്ട്.
അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അവൾ എന്തെങ്കിലും പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൾ വരാമെന്ന് പറഞ്ഞ പോയത് ഇവിടുന്ന്. പിന്നെ കൂട്ടുകാരോടൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ വേറൊരു കൂട്ടുകാരിയോട് ഞാൻ നിന്നെ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വോയിസ് മെസ്സേജ് അയക്കുകയെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയാൻ പറ്റിയില്ല കുഞ്ഞിന്. രേഷ്മ പറയാതെ ബാക്കി വെച്ചത് എന്താണ് ആർക്കും അറിയില്ല. രേഷ്മയുടേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നാണ് മാതാപിതാക്കളുടെ സംശയം. കല്യാണം കഴിഞ്ഞ ആഴ്ചകൾക്ക് ശേഷം ഒരു 5 പവൻ്റെ നെക്ലസ് അവർ ആദ്യം എടുത്തു പയ്യെ. അത് എന്തിനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ബാധ്യത എന്തൊക്കെ പറഞ്ഞിട്ട് 5 പവൻ്റെ ഒരു നെക്ലസ് എടുത്തു. അതിനെ തുടർന്ന് ചെറിയൊരു നീരസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ താലിമാല കൊണ്ടുപോയിട്ട് പിന്നെ അത് തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. പിന്നെ 2 വളയ്ക്ക് വേണ്ടി വന്നപ്പോഴത്തേക്കും അവൾ പറഞ്ഞു ആദ്യം എടുത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവരണം, ഇപ്പോൾ താലിമാല പോലും എൻ്റെ കഴുത്തിലില്ല. അതുകൊണ്ട് അങ്ങനെ ഒറ്റയും പറഞ്ഞ് ഇവൻ ഈ പ്രസവിച്ച് കിടക്കുന്ന ഇവളുടെ മുഖത്തടിച്ചു. ആ മുഖത്തടിക്ക് ശേഷം നിരന്തരം ഡിബിൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായാണ് പരാതി. പിന്നീട് ഒരു ദിവസം ഈ അന്ധദമ്പതികളെ തേടിയെത്തിയത് ദുഃഖവാർത്ത. സെപ്റ്റംബർ 17-ാം തീയതി രാവിലെ ഒരു 8 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് എൻ്റെ കാണിച്ചും പറയും ഇങ്ങനെ രേഷ്മയെടുക്കെ പോകണം. ഞാൻ എന്തിനാണെന്ന് ചോദിച്ചു. അത് എൻ്റെ മൂത്ത മരുമകൻ വിളിച്ചിരുന്നു, ഇന്ന പോലെ രേഷ്മ സൂസൈഡ് ചെയ്തു. ശരി എന്നാൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോഴേ നമ്മുടെ നല്ല ഇത് പോയി. കാരണം നമ്മൾ കൂട്ടുകാരെ പോലെ കഴിഞ്ഞിട്ടിരുന്ന മക്കളാണ്. ആത്മഹത്യയെന്ന ഭർത്തൃവീട്ടുകാർ പറഞ്ഞുള്ള അറിവ് മാത്രം ജയരാജിനും ഷീലയ്ക്കും. കെട്ടിത്തൂങ്ങിയത് കണ്ടവരില്ല. ദുരൂഹതയുടെ നീലഷാൾ ബാക്കി. ആ റൂം തുറക്കരുതെന്ന് പറഞ്ഞു. അത് പറഞ്ഞു എന്നോട് പറഞ്ഞ സാധനം ഇതാ. അപ്പോഴേ ഞാൻ ആ കഥവ് തുറന്നു. അന്നേരം അളിയൻ നോക്കിയപ്പോൾ ഒരു സൈഡിൽ കട്ടിൽ കിടക്കുന്നു. കട്ടിലിൽ നിന്ന് കുറച്ച് അകന്നാണ് ഫാൻ ഇങ്ങനെ പൊക്കത്തിൽ നിൽക്കുന്നത്. ആ ഫാനിൽ നിന്ന് നീല ഷാള് താഴെ വരെ കിടപ്പുണ്ട്. സ്വാഭാവികമായിട്ടൊരാൾ കെട്ടിത്തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കെട്ടിത്തൂങ്ങുന്ന ആളെ നമ്മൾ അല്ലേ എടുക്കാറുള്ളൂ. അല്ലെ ഗ്ലാൻഡ് ലോക്കായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ പോളിസ്റ്ററിൻ്റെ ഇതൊന്നും അഴിയത്തില്ല. ഇത് അഴിച്ചെടുത്തതായിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ ഈ പരിസരവാസികളൊന്നും കെട്ടിത്തൂങ്ങിയത് കണ്ടവരില്ല. കട്ടിലേ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നീട് നിയമ പോരാട്ടത്തിൻ്റെ നാളുകളായിരുന്നു. ഭർത്താവ് ഡിബിനെയും മാതാപിതാക്കളെയും പ്രതികളാക്കി പോലീസ് കേസെടുത്തു. 100 ദിവസങ്ങളായി 3 പേരും ഒളിവിലാണ്. കണ്ടെത്താൻ പോലീസിന് പോലും ആയില്ല. കേസിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ച സ്റ്റേഷൻ വരാന്ത കയറിയിറങ്ങിയ ജയരാജിനോട് കാക്കിയുടെ അഹന്ത. പോലീസുകാരൊക്കെ ചെന്ന് നമ്മൾ കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവരെവിടെയുണ്ടെന്നുള്ളത് പറഞ്ഞു തരാമെങ്കിൽ ഞങ്ങൾ പോകാം. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എന്തിനാണ് സാറേ പോലീസ്, ഞങ്ങൾ നേരിട്ട് പോയാൽ പോരെ, കാണാൻ വയ്യാത്ത ഞങ്ങൾ പോയി പ്രതികളെ കൊണ്ട് കാണിച്ചു തരണോ? അപ്പം എനിക്കതിൽ ഇത്രയും നാൾ ഈ 100 ദിവസത്തിന് ശേഷമായിട്ടും നമുക്ക് നീതി കിട്ടാത്തത് കൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് രാഷ്ട്രീയ സ്വാധീനം ഇതിനകത്തുണ്ടെന്നും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടെന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും ആലപ്പുഴ SP-ക്കും നോർത്ത് SHOയ്ക്കും ഒക്കെ പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പരാതി കിട്ടിയവരാരും ഇടപെട്ടില്ല. ദിവസം 100 പിന്നിട്ടു. രേഷ്മയുടെ 3 വയസ്സുള്ള മകളും ഒളിവിലുള്ള പ്രതികൾക്കൊപ്പമാണ്. കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. കൊച്ചുമോളെ ഞങ്ങൾക്ക് കിട്ടണം. കാരണം ഞങ്ങളുടെ അവൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടാണ് അവൾ പോണത്. എൻ്റെ കൊച്ചുമോളെ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ മോളുടെ ഗതിയാവും. അതിന് നീതി നിഷേധം തുടരുന്നതോടെ അന്ധദമ്പതികൾ ആലപ്പുഴ കളക്ട്രേറ്റ് മുന്നിൽ ധർണയിരുന്നു. മകൾ ഇനി തിരികെ വരില്ലെന്ന യാഥാർത്ഥ്യം ഇവർ ഉൾക്കൊണ്ടു. ഇരുളറഞ്ഞ കണ്ണിൽ ദൂരെ കാണുന്നത് നീതിയുടെ വെളിച്ചം മാത്രമാണ്. സർക്കാർ കണ്ണു തുറക്കണം. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി. അന്ധരായ ആ ദമ്പതികൾക്ക് അവരുടെ തുറന്നുവെച്ച കണ്ണായിരുന്നു മകൾ രേഷ്മ. അവരുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായിരുന്നു രേഷ്മ. പക്ഷേ ദുരൂഹ സാഹചര്യത്തിലാണ് ആ മൃതദേഹം കണ്ടെത്തിയതെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട്. തീർച്ചയായും ആ കുടുംബത്തിന് നീതി ലഭിക്കണം. അവരുടെ ജീവിതത്തിൻ്റെ വെളിച്ചം കെടുത്തിയവർ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും വേണം. ഇക്കാര്യത്തിൽ പോലീസ് സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്തരം ആൾക്കാർക്ക് നീതി ലഭ്യമായാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് നീതിയും നിയമവുമൊക്കെ അത്
പുലരുന്നുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടി ബോധ്യമാവുകയുള്ളൂ. ആ നിലയിൽ ഉണർന്നു പ്രവർത്തിക്കാൻ പോലീസ് സംവിധാനങ്ങൾ പരിശ്രമിക്കും എന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരണം നടത്തുന്നുണ്ട്. എബ്രഹാം തോമസ് പറയുന്നു, വന്ന് നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് നീതി സ്വപ്നങ്ങൾ മാത്രമായി എന്ന്. രവികുമാർ പറയുന്നുണ്ട്, പാവപ്പെട്ടവൻ്റെ കണ്ണുനീർ കാണാൻ സർക്കാരിന് ഒരു താല്പര്യവുമില്ല. അവരുടെ കയ്യിൽ ധാരാളം പണമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രതിയെ പിടികൂടുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആശാ സിംഗപ്പൂർ പറയുന്നുണ്ട്, പാവം അമ്മ കണ്ണ് കാണില്ല എന്ന കാര്യം, അതുകൊണ്ട് അവർക്ക് നീതി കിട്ടണം എന്ന് ആശ പറയുന്നു. ഇങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. ഏതായാലും ആ കുടുംബത്തിന്, ആ മാതാപിതാക്കൾക്ക് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ് മത്സരങ്ങൾക്ക് പിന്നാലെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ പുൽത്തകിടികൾ നശിച്ചു. മൈതാനത്തിന് മുകളിൽ പലക നിരത്തി 800 ടൺ മണ്ണ് നിരത്തിയാണ് ട്രാക്ക് ഒരുക്കിയത്. ഇതോടെ ട്രാക്കിലെ പുൽത്തകിടികൾ കരിഞ്ഞുണങ്ങി. കോർപ്പറേഷൻ ഭരണകക്ഷി പ്രതിപക്ഷ കക്ഷി അംഗങ്ങൾ സ്റ്റേഡിയം സന്ദർശിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ടിക്കറ്റ് വിൽപ്പനയിലും ക്രമക്കേടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നല്ല പച്ചുപുതച്ചിരുന്ന കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഈ പുൽത്തകിടിയെല്ലാം കരിഞ്ഞ് ഉണങ്ങിപ്പോയി. ഏതാണ്ട് 800 ടൺ മണ്ണാണ് ഈ പുൽത്തകിടിക്ക് മുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്ന് നിറച്ചത്. സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ് മത്സരങ്ങൾക്ക് സ്റ്റേഡിയം വിട്ടു നൽകിയത് സ്റ്റേഡിയത്തിന് യാതൊരു കേടുപാടുകളും സംഭവിക്കില്ലെന്ന ഉറപ്പിന്മേലായിരുന്നു. എന്നാൽ പുൽത്തകിടിക്ക് മുകളിൽ പലക നിരത്തി മുകളിൽ മണ്ണ് നിക്ഷേപിച്ചതോടെ വെയിൽ കിട്ടാതെ പുൽത്തകിടികൾ പൂർണ്ണമായി ഉണങ്ങി. ISL മത്സരങ്ങൾ കോഴിക്കോട്ടേക്ക് വരാനുള്ള സാധ്യത നിലനിൽക്കെയാണ് സ്റ്റേഡിയം ഈ ഗതിയിലായത്. മത്സരത്തിന്റെ മറവിൽ കോടികളുടെ ഇടപെടൽ നടന്നതായാണ് കോർപ്പറേഷനിലെ പ്രതിപക്ഷം പറയുന്നത്. തികഞ്ഞ നിയമലംഘനമാണ് നടന്നിരിക്കുന്നത്. കാരണം കോടിക്കണക്കിന് ഉറുപ്പിക കോഴിക്കോട് കോർപ്പറേഷന് വരുമാന ഇനത്തിൽ ലഭിക്കേണ്ട ടിക്കറ്റ് വിൽപ്പനയോടെ കിട്ടേണ്ട തുക കോർപ്പറേഷൻ ലഭിച്ചിട്ടില്ല. സ്റ്റേഡിയത്തിന് ചെറിയ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഈ മാസം 15-നകം പൂർവ്വസ്ഥിതിയിലാക്കുമെന്നും കോഴിക്കോട് മേയർ ഒ സദാശിവൻ പറഞ്ഞു. അപ്പോൾ ഈ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ പണികൾ പൂർത്തീകരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അത് ഉറപ്പുവരുത്തുന്നതിന് ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെയായി സംസാരിച്ച് ആ സമയബന്ധിതമായി പഴയ പോലെ തന്നെ സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ഒരു ഇടപെടൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളുണ്ടാവും. മത്സരത്തിന് മുന്നോടിയായി സംഘാടകർ കെട്ടിവെച്ച തുക സംബന്ധിച്ചും ടിക്കറ്റ് വിൽപ്പന സംബന്ധിച്ചും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നടൻ സൽമാൻ ഖാനായിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി. ISL മത്സരങ്ങളടക്കം നടക്കാനിരിക്കെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ ഈ ദുരവസ്ഥ. സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും അത് എന്ന് എപ്പോഴെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. മുനീഫ് തിരൂരിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെയുള്ള അന്ധരായ ആ മാതാപിതാക്കളുടെ വാർത്തയോട് നിരവധി പ്രേക്ഷകർ ഇപ്പോഴും പ്രതികരിക്കുന്നുണ്ട്. റീന സതീശൻ പറയുന്നു, പോലീസും നിയമവും അല്ലെങ്കിലും സാധാരണക്കാർക്ക് അന്യമായി കൊണ്ടിരിക്കുകയല്ലേ, പാവം അച്ഛനും അമ്മയും, അവർക്ക് നീതി കിട്ടട്ടെ എന്ന്. തീർച്ചയായും അവർക്ക് നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് പൊതുജനം കഴുതയല്ല സാറും പറയുന്നത്. കോട്ടയം നഗരമധ്യത്തിൽ ഒരു സ്വപ്ന പദ്ധതിയുടെ സ്മാരകമുണ്ട്. വിദേശ മാതൃകയിൽ ആകാശപാത എന്ന സ്വപ്നവുമായി UDF സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിവെച്ച പദ്ധതിയാണത്. ജീർണാവസ്ഥയിലേക്ക് അനുദിനം പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വപ്ന പദ്ധതി ഇന്ന് അവിടെയുള്ള വഴിയാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും പേടി സ്വപ്നമാണ്. കോട്ടയത്തിന്റെ ഐക്കൺ എന്നതായിരുന്നു ആകാശപാത എന്ന പദ്ധതി മുമ്പോട്ട് വയ്ക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കണ്ട സ്വപ്നം. 2015 ഇതിന്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ 5 മാസം കൊണ്ട് പണി പൂർത്തിയാക്കും എന്നതായിരുന്നു കണക്ക് കൂട്ടിയത്. കൊല്ലം 10 കഴിഞ്ഞു. ഇപ്പോഴും ഇത് ഒരു അസ്ഥികൂടം പോലെ കോട്ടയം നഗരത്തിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിൽപ്പാണ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ പാഞ്ഞു പോകുന്ന നഗരത്തിൽ കാൽനട യാത്രക്കാർക്ക് മറ്റൊരു പാത. 3 എസ്കലേറ്റർ വഴി ആകാശപാതയിലേക്ക് എത്താം. മുകളിൽ റെസ്റ്റോറന്റും മറ്റ് സൗകര്യങ്ങളും. ൽ UDF സർക്കാർ കോട്ടയത്തിന് സമ്മാനിച്ച ആകാശപാത എന്ന സ്വപ്ന പദ്ധതി അഴുകിയും തുരുമ്പെടുത്തും ദ്രവിച്ചും കോട്ടയം നഗരത്തിന്റെ ഹൃദയത്തിൽ ഇന്നും പാതിയായി നിലകൊള്ളുന്നുണ്ട്. ഒരു അസ്ഥികൂടം പോലെ. റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം നാറ്റ്പാക് പഠനം നടത്തി 5,18,00,000 രൂപയ്ക്ക് ഹിറ്റ്കോയ്ക്ക് കൈമാറിയ പദ്ധതിയാണിത്. സർക്കാർ മാറിയതോടെ പദ്ധതി
പാതിയിൽ നിലച്ചു. സ്വപ്ന പദ്ധതി വഴിയാത്രക്കാരുടെ പേടി സ്വപ്നമായി മാറി. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഗതാഗത വകുപ്പ് വെച്ച നിർദ്ദേശമാണ്. ആ ഗതാഗത വകുപ്പ് വെച്ച നിർദ്ദേശത്തെ തുടർന്ന് ഇവിടെ ഇതിന്റെ പണികൾ ആരംഭിച്ച് കുറച്ച് പിന്നിട്ടപ്പോഴാണ് ഗവൺമെന്റ് മാറിയത്. ആ ഗവൺമെന്റ് മാറിയതിനെ തുടർന്ന് അതിനകത്തൊരു രാഷ്ട്രീയം കലർന്നതിനെ തുടർന്നാണ് കോട്ടയംകാർക്ക് കിട്ടേണ്ട ഈ ആകാശപാതയുടെ സൗകര്യം ഇല്ലാതെ പോകുന്നത്. ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പരിപാടിയല്ല ഇത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ സർക്കാർ തീരുമാനിച്ചതാണ്. ആ സർക്കാർ തീരുമാനിച്ച പദ്ധതി അതേ രീതിയിലേക്ക് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഈ 10 വർഷം ഈ തരത്തിൽ നിൽക്കില്ലായിരുന്നു. പാലക്കാട് IITയും ചെന്നൈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്ററും ചേർന്ന് നടത്തിയ പഠനത്തിൽ നിലവിലുള്ള മേൽക്കൂരയും പൈപ്പും അടക്കമുള്ളവ ബലക്ഷയം സംഭവിച്ചതാണ് എന്ന് കണ്ടെത്തി. നഗരവികസനത്തിന്റെ സമയത്ത് ആകാശപാത ഒരു ബാധ്യതയാകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും സഭയെ അറിയിച്ചു. മുൻവൈരാഗ്യത്തോടുകൂടി പദ്ധതിയെ ചവിട്ടിക്കൊല്ലുകയാണ് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുറന്നടിച്ചു. പക്ഷേ ഒന്നും എങ്ങുമെത്തിയില്ല. തൃശൂരും കൊല്ലത്തും ആകാശപാതകൾ അഭിമാന സ്തംഭങ്ങളായി നിൽക്കുമ്പോൾ കോടികൾ മുതൽ മുടക്കിയ കോട്ടയത്ത് അതൊരു അപായ സൂചനയായി നിലകൊള്ളുകയാണ്. സ്വപ്നം കണ്ട പദ്ധതികൾ ഈ നാട്ടിൽ ദുസ്വപ്നം പോലെ ഇങ്ങനെ ആർക്കാർക്കുമില്ലാതായി പോകുന്നത് വലിയ സംഭവമൊന്നുമല്ല. അത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുമുണ്ട്. പക്ഷെ എത്ര കോടി രൂപയുടെ സാധനങ്ങളാണ് ഇങ്ങനെ ആർക്കാർക്കുമല്ലാതെ ഒന്നുമല്ലാതായി പോകുന്നത്, അതും ചെറിയ ഈഗോയുടെ പുറത്ത്. ഇതും പൊതുജനത്തിന് കാശല്ലേ. ലാൽകൃഷ്ണൻ, 24, കോട്ടയം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ID-യിലും നിങ്ങൾക്ക് വാർത്തകളും വിശേഷങ്ങളും അറിയിക്കാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.